ഹലോ, കുറേ ദിവസമല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇതൊന്നൊരു അടിപൊളി സ്വീറ്റിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നെയ്വട എൻ്റെ ഫേവറേറ്റ് പലഹാരമാണ് ഈ നെയ്വട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. 200 ഗ്രാം മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 100 ഗ്രാം നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി കൈവച്ച് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. ഏകദേശം ചപ്പാത്തി മാവിൻ്റെ രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുഴച്ചെടുത്ത മാവ് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോഴേക്കെങ്കിലും നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കാം. അതിനൊരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ലായനിയൊക്കെ വെക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതുപോലെ നമ്മുടെ മാവ് ബോളാക്കി എടുത്തിട്ട് വട രൂപത്തിലാക്കിയെടുക്കാം. ഇനി അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. കുക്കായ വട നേരത്തെ ആക്കി വെച്ച് ലായനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നെയ്വട ഇവിടെ റെഡിയാണ്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.